ഹായ് എവരി വൺ, ഹാപ്പി ടു സീ യു അഗെയിൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ ദിവസം 3 പുതിയ വേർഡ്സുകളെങ്കിലും പഠിക്കുമെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ 3 വേർഡ്സുകൾ പഠിച്ചാലോ? ഓക്കെ. അപ്പോൾ ഒന്നാമത്തത് ഷോ, ഷോഡ്, ഷോൺ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് ടേർ, ടോർ, ടോൺ. മൂന്നാമത്തത് ഡ്രൈവ്, ഡ്രോ, ഡ്രിവർ. ഷോ മീനിങ് എന്താണ്? തുന്നുക, തുന്നാറുണ്ട്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഐ ഷോ മൈ ഡ്രസ്സസ്. ഞാൻ എൻ്റെ ഡ്രസ്സുകൾ തുന്നാറുണ്ട് ഓൺ മൈ ഷോയിങ് മെഷീൻ. ഓക്കെ. അപ്പോൾ ഷോ എന്ന് പറഞ്ഞാൽ തുന്നുക. ഇത് നമ്മൾ മലയാളികൾ സ്യൂ എന്നൊക്കെ വായിക്കുക, അപ്പോൾ അങ്ങനെ വായിക്കരുത് കേട്ടോ. ഷോ, ഷോ പ്രൊനൗൺസിയേഷൻ ക്ലിയർ അല്ലേ? നൗ ടേർ, ടേർ, ടേർ. ഓക്കെ. ടോൺ, ടോൺ കീറുക. നമ്മൾ 2 വാക്ക് പഠിച്ചില്ലേ? മൂന്നാമത്തത് ഡ്രൈവ്, നമുക്കറിയാം. ഡ്രൈവ്, ഡ്രോ, ഡ്രിവൺ. ക്ലിയർ? ഇത് വെച്ചിട്ട് നിങ്ങൾ പുതിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച സബ്ജക്റ്റുകൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒക്കെ വെച്ചിട്ട് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഐ ഷോ ഡ്രസ്സസ്. ഹി ആണെങ്കിലോ ഹി ഷോസ് എന്ന് വരും. എസും കൂടെ ആഡ് ചെയ്യണം അല്ലേ? ഇനി പക്ഷേ ഈ രണ്ടാമത്തെ വെർബ് ഫോം ആണെങ്കിൽ ആ നിയമമില്ല. എസ് വെർബിൻ്റെ കൂടെ എസ് ഫോം ചേർക്കണ്ട, തുന്നി. ഓക്കെ. അപ്പോൾ ഐ ഷോഡ് മൈ ഡ്രസ്സസ്, ഹി ഷോഡ് ഹിസ് ഡ്രസ്സസ്. തുന്നി എന്നുള്ള അർത്ഥം വരുമ്പോൾ അപ്പോൾ ഐ ആയാലും ഹി ആയാലും ഷീ ആയാലും വി ദേ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഷോഡ് തന്നെയാണ് പറയുക, തുന്നി. ഓക്കെ. ഇനി ഒരു പേപ്പർ കീറി എന്ന് പറയുമ്പോൾ എന്ത് വേണം? ടോർ. ഇതാണ് എടുക്കേണ്ടത്. കീറി അല്ലേ? പാസ്റ്റ് ഫോം അല്ലേ? അപ്പോൾ ഐ ടോർ ദ പേപ്പർ, you tore the paper, he tore the paper, she tore the paper, we tore the paper. ആരായാലും ഏത് സബ്ജക്റ്റ് ആയാലും ഇവിടെ ഒരു കൺഫ്യൂഷനോ ആവശ്യമില്ല. അപ്പോൾ ഇത് V1 കോളം, V2 കോളം, V3 കോളം. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിച്ച കാര്യം ഒന്ന് റിവിഷൻ നടത്തിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലേണിങ്ങിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മടുപ്പ് തോന്നരുത്. അതുപോലെ തന്നെ ഐ വോണ്ട് ടു അപ്പോളജൈസ് യു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയി. അത് ബേസിക് ലേണേഴ്സിനെ ഉദ്ദേശിച്ച് ചെയ്ത ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ലെങ്ത് കൂടിപ്പോയി. കുഴപ്പമില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴേക്കും ടൈം കുറച്ച് കൂടിപ്പോയതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്കേറെ പരിചയമുള്ള ഒരു വേർഡാണ് വാണ്ട്. വാണ്ട് വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലോ? ആഗ്രഹം അല്ലേ? നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വേർഡാണ് വാണ്ട് അല്ലേ? ടു ടോക്ക് അബൌട്ട് വിഷസ്, നീഡ്സ് ആൻഡ് ഗീവ് അഡ്വൈസ്. ചിലപ്പോൾ അഡ്വൈസ് കൊടുക്കാൻ, ഉപദേശം കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഓഫർ കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് വാണ്ട്. ഓക്കെ. വാണ്ട്. ഇനി വാണ്ടിൻ്റെ ഫസ്റ്റ് ഫോം വാണ്ട്, സെക്കൻഡ് ഫോം വാണ്ടഡ് അല്ലേ? ഇനി വാണ്ട് അല്ലെങ്കിൽ വാണ്ട്സ് എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന്, എന്തുകൊണ്ടാണ് ഇവിടെ എസ് ഫോം വന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് 9 കാണുക. ക്ലിയർ? അപ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ അതായത് പ്രസൻറ്റ് ഫോമിൽ അല്ലേ? ഡസ് പ്ലസ് വാണ്ട് ആണ് വാണ്ട്സ്, ഡു പ്ലസ് വാണ്ട് ആണ് വാണ്ട്. ഇനി പാസ്റ്റ് ഫോമിലാവുമ്പോൾ ആഗ്രഹിച്ചിരുന്നു. ഓക്കെ. അങ്ങനെ വരുമ്പോൾ വാണ്ടഡ്, ഡിഡ് പ്ലസ് വാണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് വാണ്ടിൻ്റെ കുറച്ച് ഉപയോഗങ്ങൾ നമുക്കിപ്പോൾ അറിയാം. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിങ്ങൾ വലുതാവുമ്പോൾ ആരാകാനാണ് ആഗ്രഹം? അല്ലെങ്കിൽ നിങ്ങൾ വലുതാവുമ്പോൾ എന്താകാനാണ് ആഗ്രഹം? ടീച്ചേഴ്സ് നമ്മളോട് ചോദിക്കാറില്ലേ അല്ലേ? അപ്പം ഞാൻ അതേ ചോദ്യം ഇംഗ്ലീഷിൽ ചോദിക്കാം. ഓക്കെ. വാട്ട് ഡു യു വാണ്ട് ടു ബി? വാട്ട് ഡു യു വാണ്ട് ടു ബി വെൻ യു ഗ്രോ അപ്പ്? നിങ്ങൾ വലുതാവുമ്പോൾ നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം? അതുകൊണ്ട് ഞാൻ വാട്ട് ഉപയോഗിച്ചത്. ഓക്കെ. വാട്ട് ഡു യു വാണ്ട് ടു ബി വെൻ യു ഗ്രോ അപ്പ്? നിങ്ങൾ വലുതാവുമ്പോൾ എന്താകാനാണ് ആഗ്രഹം? അപ്പോൾ ഈ ചോദ്യം
ഞാൻ ക്ലാസ്സിൽ കുട്ടികളോട് ചോദിച്ചപ്പോൾ പലവിധ ആൻസറുകളാണ് എനിക്ക് കിട്ടിയത്. അതിലൊന്ന്, ഐ വാണ്ട് ടു ബി ആൻ എൻജിനീയർ, ഐ വാണ്ട് ടു ബി എ ഡോക്ടർ, ഓക്കെ, ഐ വാണ്ട് ടു ബി എ നേഴ്സ്, ഓക്കെ. പക്ഷെ ഒരു കുട്ടി പറഞ്ഞ ആൻസർ എന്താണെന്നറിയാം? ഐ വാണ്ട് ടു ബി എ നൈസ് പേഴ്സൺ, എനിക്ക് നല്ലൊരു വ്യക്തിയാകണമെന്ന്. റിയലി ഐ ഗോട്ട് സർപ്രൈസ്ഡ് അല്ലേ? എത്ര നല്ല ആൻസർ ആണെന്ന് നോക്കൂ. ഐ വാണ്ട് ടു ബി എ നൈസ് പേഴ്സൺ, ഓക്കെ, ഐ വാണ്ട് ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ് അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾ പറയാനാണ് കൂടുതലായിട്ടും നമ്മൾ വാണ്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ? ആഗ്രഹങ്ങൾ പറയാൻ. അപ്പം അതിന് ഈ വാണ്ട് ഇതിന് 4 ഉപയോഗങ്ങളെങ്കിലും മിനിമം ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന 2 എണ്ണമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ ഈ വാണ്ട് വെച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഒരു 3 മിനിറ്റെങ്കിലും 2 മിനിറ്റെങ്കിലും എങ്ങനെ സംസാരിക്കാം, അത് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഒരു സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം, ഓക്കെ. അപ്പോൾ ആ പ്രാക്ടീസ് നിങ്ങളും ചെയ്യണം. അതിൻ്റെ മോഡൽ ഞാൻ തരും, നിങ്ങളും ചെയ്യണം, ഓക്കെ. ദെൻ വാണ്ടിൻ്റെ നമ്മൾ ഒന്നാമത്തെ സ്ട്രക്ചർ നോക്കുക. സബ്ജക്റ്റ് പ്ലസ് വാണ്ട് അല്ലെങ്കിൽ വാണ്ട്സ് പ്ലസ് ഒബ്ജക്റ്റ്. ഇത് പ്രസൻറ്റ് ഫോം അല്ലേ വാണ്ടിൻ്റെ? അപ്പോൾ വാണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഡു വാണ്ട്, അത് മനസ്സിലുണ്ടാവണം. ഡു വാണ്ട്സ് ആകുമ്പം ഡസ് വാണ്ടാണ് വാണ്ട്സ്. പിന്നെ ഒബ്ജക്റ്റ്. അപ്പോൾ എനിക്കൊരു കാര്യം വേണം. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് എനിക്കൊരു പേന വേണം, ഒരു പെൻസിൽ വേണം, അല്ലെങ്കിൽ ഒരു TV വേണം. നമ്മൾക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ ആഗ്രഹം എന്താണോ, ഓക്കെ. ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ കയറി നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുകയാണ് ചെയ്യുക അല്ലേ? എനിക്കൊരു ചായ വേണം അല്ലെങ്കിൽ കോഫി വേണം. അപ്പം അത് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്കൊന്ന് വേഗം ഒന്ന് പറഞ്ഞു പോവാം, ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഐ വാണ്ട് എ പെൻസിൽ, ഐ വാണ്ട് എ പെൻസിൽ. ക്ലിയർ? ഹി വാണ്ട്സ് എ പെൻസിൽ. ഹി വരുമ്പോൾ വാണ്ട്സ്, ഹി തേർഡ് പേഴ്സൺ സിംഗുലർ. ഹി വാണ്ട്സ് എ പെൻസിൽ. ഹി വാണ്ട്സ് എ ന്യൂ ബൈക്ക് ഓൺ ഹിസ് ബർത്ത്ഡേ. ഹി വാണ്ട്സ് എ ന്യൂ ബൈക്ക് ഓൺ ഹിസ് ബർത്ത്ഡേ. ഞാൻ എല്ലാം ബോർഡിൽ എഴുതുന്നില്ല, ഞാൻ പറയുന്നത് ആദ്യം കേൾക്കുക. അപ്പോൾ നമ്മളുടെ ലിസണിങ് കപ്പാസിറ്റിയും കൂടെ നമുക്ക് ഇൻക്രീസ് ചെയ്യണം. എപ്പോഴും ഇങ്ങനെ നോക്കി വായിക്കുന്ന ഒരു ശീലം മാത്രം പോരാ, അപ്പോൾ കേട്ട് പഠിക്കുക. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഒരു 3 എക്സാമ്പിൾ പറഞ്ഞ് വാണ്ട് അല്ലെങ്കിൽ വാണ്ട്സ് വെച്ചിട്ട്, ഓക്കെ. വീഡിയോ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് 3 സെൻറ്റൻസ് പറയാം. വെരി ഗുഡ്, ഓക്കെ. ഹി വാണ്ട്സ് എ ന്യൂ ബൈക്ക് ഓൺ ഹിസ് ബർത്ത്ഡേ, ഓക്കെ. ഐ വാണ്ട് സം മോർ ബിരിയാണി, എനിക്ക് കുറച്ചുകൂടെ ബിരിയാണി വേണം. ക്ലിയർ? ഐ വാണ്ട് സം വാട്ടർ. ക്ലിയർ? ഐ വാണ്ട് എ ന്യൂ മൊബൈൽ ഫോൺ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അത് വളരെ സിമ്പിളാണ്. ഇനി അതുപോലെ ഒന്നുകൂടെ കുറച്ച് സെൻറ്റൻസ് കൂടെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു നോക്കാം. ഐ വാണ്ട് മൈ മണി ബാക്ക്. ഇതിൻ്റെ അർത്ഥം എന്താ? ഐ വാണ്ട് മൈ മണി ബാക്ക്. എനിക്ക് എൻ്റെ പണം തിരിച്ചു വേണം, തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? അപ്പോൾ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെന്നൊന്നും നമ്മൾ സംസാരിക്കുമ്പോൾ പറയണം. നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയില്ല, നമ്മളത് പൈസ വേണം എന്നൊക്കെ പറയുള്ളൂ, ഓക്കെ. അപ്പോൾ ആഗ്രഹം, ഓക്കെ. ഐ വാണ്ട് മൈ മണി ബാക്ക്, ഓക്കെ. നെക്സ്റ്റ്, ഹി വാണ്ട്സ് എ ന്യൂ ബൈസിക്കിൾ ഓൺ ഹിസ് ബർത്ത്ഡേ. ഇപ്പം നമുക്ക് ബൈസിക്കിളൊന്നും ആയിരിക്കില്ല കുട്ടികളുടെ ആഗ്രഹം അല്ലേ? ബൈക്ക് അല്ലേ, അല്ലെങ്കിൽ കാറ്, അല്ലെങ്കിൽ പുതിയ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ, അതൊക്കെയാണ് ആവശ്യം. എങ്കിലും ആ സെൻറ്റൻസ് ഒന്ന് നോക്കുക. ഹി വാണ്ട്സ് എ ന്യൂ ബൈസിക്കിൾ ഓൺ ഹിസ് ബർത്ത്ഡേ, ഓക്കെ. അവൻ്റെ ബർത്ത്ഡേക്ക് ഒരു പുതിയ സൈക്കിൾ വേണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോഴത്തെ കാര്യം. ദെൻ അടുത്തത്, വി വാണ്ട് എ ന്യൂ പ്രിൻ്റർ. നമ്മുടെ ഓഫീസിലേക്ക് ഒരു പുതിയ പ്രിൻ്റർ ആവശ്യമുണ്ട്, ഓക്കെ. വി വാണ്ട് എ ന്യൂ പ്രിൻ്റർ. ക്ലിയർ? ദേ വാണ്ട് അവർ ഹെൽപ്പ്. അവർക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്, ഓക്കെ. ദേ വാണ്ട് അവർ ഹെൽപ്പ്. അവർ നമ്മളുടെ സഹായം ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യമുണ്ട്, വേണം, അങ്ങനെയൊക്കെ പറയാം, ഓക്കെ. ദെൻ സാറ ആൻഡ് ടോം, ഓക്കെ. ഇത് വാണ്ടഡ് ആണ് കേട്ടോ. വാണ്ടഡ് യുവർ പ്രസൻസ്. ഇവിടെ വാണ്ടഡ് എന്ന് പറയുമ്പോൾ എന്തായി? ഈ വാണ്ടിൻ്റെ പാസ്റ്റ് ആയില്ലേ? ഇത് വാണ്ടഡ് അല്ലേ? അപ്പോൾ സാറ ആൻഡ് ടോം വാണ്ടഡ് യുവർ പ്രസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സാറ ആൻഡ് ടോം വാണ്ടഡ് യുവർ പ്രസൻസ്, നിങ്ങളുടെ സാന്നിധ്യം
ആഗ്രഹിച്ചിരുന്നു, ആഗ്രഹമുണ്ട് എന്നല്ല, ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ വാണ്ടഡ്, മനസ്സിലായി? അപ്പോൾ എനിക്കൊരു പേന വേണമായിരുന്നു, ഞാനൊരു പേന ആഗ്രഹിച്ചിരുന്നു. ഐ വാണ്ടഡ് എ പെൻ, ഐ വാണ്ടഡ് എ കാർ, ഐ വാണ്ടഡ് എ ന്യൂ മൊബൈൽ ഫോൺ. അപ്പോൾ അവിടെ ഹി വരുമ്പോഴും വാണ്ടഡ് തന്നെയാണ്, പാസ്റ്റ് ടെൻസ് അല്ലേ. അപ്പോൾ ഹി വാണ്ടഡ് എ ന്യൂ മൊബൈൽ ഫോൺ. അവനൊരു പുതിയ മൊബൈൽ ഫോൺ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വാണ്ടഡ് ആഗ്രഹിച്ചിരുന്നു, വാണ്ട് ആഗ്രഹമുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് പോസിറ്റീവ് സെൻറ്റൻസുകൾ നമ്മൾ കുറച്ചെണ്ണം പഠിച്ചു. അപ്പോൾ ഒരാളുടെ സഹായം ആവശ്യമാണ്, ഒരു പുതിയ സാധനം വേണം, കുറച്ചുകൂടി വാട്ടർ വേണം, കുറച്ചുകൂടി ബിരിയാണി വേണം, ഓക്കെ, എനിക്കത് കുറച്ചുകൂടെ വേണം എന്നൊക്കെ നമ്മൾ സ്ഥിരം പറയുന്ന സെൻറ്റൻസുകളല്ലേ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഞാൻ നമ്മളോട് ഉപയോഗിക്കാത്ത സബ്ജക്റ്റുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ കൂടുതൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത് പോസിറ്റീവ് സെൻറ്റൻസ് അല്ലേ. അപ്പോൾ നമുക്ക് ഐ വോണ്ട് മൈ മണി ബാക്ക്. ഇപ്പോൾ ശ്രദ്ധിക്കുക, വാണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഡു വാണ്ട് ആണ്. ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് നിങ്ങളൊന്ന് പറഞ്ഞേ. ഐ വോണ്ട് മൈ മണി ബാക്ക്. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ഓർക്കുമ്പോൾ ടെൻസ് നോക്കുക, വാണ്ട് ആണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഡു വാണ്ട് ആണ്. നെഗറ്റീവ് ആകുമ്പോൾ ഐ ഡോണ്ട് വാണ്ട്, ഡൂവിന് ശേഷം നോട്ട് കൊടുക്കുക, ഐ ഡോണ്ട് വാണ്ട് മൈ മണി ബാക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് 9 വീഡിയോ ആ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ഇത് കാണുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൂടെ ഒന്ന് കാണണേ. ഓക്കെ, ദെൻ ഹി വാണ്ട്സ് എ ന്യൂ ബൈസിക്കിൾ ഓൺ ഹിസ് ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേക്ക് പുതിയൊരു സൈക്കിൾ വേണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ വേണ്ടാന്നാണെങ്കിലും ഇതിൻ്റെ നെഗറ്റീവ്, ഈ സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് എങ്ങനെ ഉണ്ടാക്കും? അപ്പോൾ അതാ നേരെ ഇങ്ങോട്ട് നോക്കുക, വാണ്ട്സ്, ഡസ് വാണ്ട് അല്ലേ. അപ്പോൾ ഡസ് നോട്ട് വാണ്ട് ആക്കുക, ഹി ഡസൻ വാണ്ട് എ ന്യൂ ബൈസിക്കിൾ ഓൺ ഹിസ് ബർത്ത്ഡേ. വെരി സിമ്പിൾ, റൈറ്റ്? ദെൻ വി വാണ്ട് എ ന്യൂ പ്രിൻ്റർ. അപ്പോൾ വി ആണ്, അതുകൊണ്ടാണ് വാണ്ട് വന്നത്. പ്രസൻറ്റ് ടെൻസ് ആണ്, തേർഡ് പേഴ്സൺ ആണ്, തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ് അല്ലേ. അതുകൊണ്ട് വി വാണ്ട്, വാണ്ട്സ് അല്ല. ദെൻ വാണ്ട് ആകുമ്പോൾ ഡു വാണ്ട് ഓർമ്മിക്കുക, ഡൂനെ ഓർമ്മിക്കുക, എന്നിട്ട് നെഗറ്റീവ് ഉണ്ടാക്കുക. വി ഡോണ്ട് വാണ്ട് എ ന്യൂ പ്രിൻ്റർ, വി ഡോണ്ട് വാണ്ട് എ ന്യൂ പ്രിൻ്റർ. ക്ലിയർ? ദെൻ ദേ വാണ്ട് അവർ ഹെൽപ്പ്, ദേ ഡോണ്ട് വാണ്ട് അവർ ഹെൽപ്പ്, ദേ ഡോണ്ട് വാണ്ട് അവർ ഹെൽപ്പ്. ആ ഒരു ട്യൂണിൽ തന്നെ പറഞ്ഞു പഠിക്കുക. ഓക്കെ, ദേ ഡോണ്ട് വാണ്ട് അവർ ഹെൽപ്പ്. ഓക്കെ, ദെൻ സാറ ആൻഡ് ടോം വാണ്ടഡ് അല്ലേ. വാണ്ടഡ് ആകുമ്പോൾ എന്ത് വേണം? ഡു ഡസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് വേണം? വാണ്ടഡ്. ഇങ്ങോട്ട് നോക്കുക, ഡിഡ് പ്ലസ് വാണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കണം, എന്ത് ചെയ്യണം? ഈ ഡിഡിന് ശേഷം നോട്ട് കൊടുക്കണം. അപ്പോൾ സാറ ആൻഡ് ടോം ഡിഡിൻറ്റ് വാണ്ട്. ഓക്കെ, ഡിഡ് നോട്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഡിഡിൻറ്റ്. ഓക്കെ, ദേ ഡിൻറ്റ് അങ്ങനെ പറഞ്ഞാലും മതി. ദേ ഡിൻറ്റ് വാണ്ട്. അപ്പോൾ ഈ ഡിഡ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ വാണ്ടഡ് പറയരുത്. അപ്പോൾ ദേ, സാറ ആൻഡ് ടോം ഡിഡിൻ വാണ്ടഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ സാറ ആൻഡ് ടോം ഡിഡിൻ വാണ്ട് യുവർ പ്രസൻസ്. അവർക്ക് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമില്ല, അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തോളൂ. മനസ്സിലായി? അപ്പോൾ അതാണ് കുറിക്കുക. അപ്പോൾ വാണ്ടഡ് വരുമ്പോൾ നെഗറ്റീവ് എന്ത് കൊടുക്കണം? വാണ്ടഡ് എപ്പോഴും പാസ്റ്റ് ആണ്, ഡിഡ് ആണ്. അപ്പോൾ ഡിഡിൻറ്റ്. സാറ ആൻഡ് ടോം ഡിഡിൻ വാണ്ട് യുവർ പ്രസൻസ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതും കൂടെ വേഗം ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ യു വാണ്ട് എ ബൈക്ക്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കുക? ഓർമ്മിക്കുക, ഡു വീണ്ടും വന്നു, ഡു അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാ? ഇത് ഫസ്റ്റ് ആണോ ഇതിൻ്റെ ഓർഡർ? ഇത് ഓർഡർ രണ്ടാമത്തെ ഓർഡറിലാണ് ഡു ഉള്ളത്. ഇവിടെ ഡു വാണ്ട് അല്ലേ. അപ്പോൾ യു ഡു വാണ്ട് എ ബൈക്ക്. നിനക്കൊരു ബൈക്ക് വാങ്ങണമല്ല, യു ഡു വാണ്ട് എ ബൈക്ക്. നിനക്കൊരു ബൈക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ബൈക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ എന്ത് വേണം? ഈ ഡു രണ്ടാമതുള്ളത്. അപ്പോൾ ഡു ആദ്യം ഇടുക. ഡു യു വാണ്ട് എ ബൈക്ക്. നിനക്കൊരു ബൈക്ക് വേണോ? ആഗ്രഹമുണ്ടോ? വേണോ? ഡു യു വാണ്ട് എ ബൈക്ക്? ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഡു യു വാണ്ട് വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകൾ വേഗം പ്രാക്ടീസ് ചെയ്താലോ. ഡു യു വാണ്ട് സം മോർ ബിരിയാണി. നിനക്ക് കുറച്ചുകൂടെ ബിരിയാണി വേണോ? ബിരിയാണി. ഓക്കെ, then do you want dosha? Do you want dosha
for breakfast today? Do you want dosha for breakfast today? നിങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ വേണോ? ക്ലിയർ. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് വേണ്ടത്? അതെങ്ങനെയായിരിക്കും ചോദിക്കുക? എന്താണ് വേണ്ടത്? അപ്പോൾ എന്ത് എന്നുള്ളതിന് വാട്ട് അല്ലേ? WH ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ WH ആ ടേം ആദ്യം കൊടുക്കണം. വാട്ട്, നിങ്ങൾക്ക് എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടതെന്നല്ലേ? അപ്പോൾ വാട്ട് ഡു യു വാണ്ട്, വാട്ട് ഡു യു വാണ്ട്, വാട്ട് ഡു യു വാണ്ട് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, വാട്ട് ഡു യു വാണ്ട് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? മനസ്സിലാവുന്നോ? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? വാട്ട് ഡു യു വാണ്ട്. ക്ലിയർ. ദെൻ വാട്ട് ഡു യു വാണ്ട് ടു ആസ്ക്, നിങ്ങൾക്ക് എന്താണ് ചോദിക്കേണ്ടത്? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ക്ലിയർ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്ട്രക്ചറും രണ്ടാമത്തെ സ്ട്രക്ചറും, ഇനിയിപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഇനി സബ്ജക്റ്റ് പ്ലസ് വാണ്ടഡ് പ്ലസ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ you wanted an ice cream. You wanted an ice cream. ഓക്കെ, അപ്പോൾ വാണ്ടഡ് അല്ലേ? അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക? ആലോചിച്ചോളൂ. വാണ്ടഡ് എന്ന് പറയുമ്പോൾ ഡിഡിനെ ഓർക്കണം. അപ്പോൾ ഡിഡ് പ്ലസ് വാണ്ട് ആണല്ലോ wanted. അപ്പോൾ did you, സിമ്പിൾ അല്ലേ? did you want an ice cream? did you want an ice cream? നിനക്ക് ഒരു ഐസ്ക്രീം വേണമായിരുന്നോ? നീ ആഗ്രഹിച്ചിരുന്നോ? നിനക്ക് വേണമായിരുന്നോ അത്? അല്ലേ, വേണമായിരുന്നോ എന്നാണ്, ഫസ്റ്റ് ആണ്. അപ്പോൾ ആണ് ഡിഡ്. അപ്പോൾ ഡിഡ് വെച്ചിട്ട് നമുക്ക് വേഗം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഡിഡ് ഹി വോണ്ട് എ മൊബൈൽ ഫോൺ? ഡിഡ് ഹി വോണ്ട് എ ന്യൂ മൊബൈൽ ഫോൺ? അവന് പുതിയ ഒരു മൊബൈൽ ഫോൺ വേണമായിരുന്നോ? ആഗ്രഹിച്ചിരുന്നോ? ഡിഡ് ഹി വോണ്ട്, ഡിഡ് യു വാണ്ട്, ഡിഡ് ഹി വോണ്ട്. ദെൻ ഡിഡ് ദേ വോണ്ട്, ഡിഡ് ദേ വോണ്ട് യുവർ ഹെൽപ്പ്? നിന്റെ സഹായം അവർക്ക് ആവശ്യമായിരുന്നോ? ഡിഡ് ദേ വോണ്ട് യുവർ ഹെൽപ്പ്? ക്ലിയർ അല്ലേ? അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, ഇനി ഒരു WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെൻ ഡിഡ് യു വാണ്ട് ടു ഗോ ദേർ? വെൻ ഡിഡ് യു വാണ്ട് ടു ഗോ ദേർ? നിനക്ക് എപ്പോഴാണ് അവിടെ പോകേണ്ടിയിരുന്നത്? വെൻ ഡിഡ് യു വാണ്ട് ടു ഗോ ദേർ? നിനക്ക് എപ്പോഴാണ് അവിടെ പോകേണ്ടിയിരുന്നത്? മനസ്സിലായി? അപ്പോൾ നമുക്ക് ഈ WH ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചിട്ട് പുതിയ ഒരു ട്രാൻസ്ലേഷൻ ഗെയിം വെക്കാം. അപ്പോൾ നിങ്ങൾ അത് കൂടുതൽ പഠിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ നമുക്കൊരു പരിമിതിയുണ്ട്. ക്ലിയർ. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്ട്രക്ചർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചില്ലേ? ഇനി ഒരു രണ്ടാമത്തെ ആ സ്ട്രക്ചറും വളരെ സിമ്പിളാണ്. അത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതായതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ക്ലിയർ. മൂന്നാമത്തെ സ്ട്രക്ചർ അല്ലേ? 3 സബ്ജക്റ്റ് പ്ലസ് വാണ്ട് ടു പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും പറഞ്ഞത് എനിക്കൊരു പേന വേണം, പെൻസിൽ വേണം, വെള്ളം വേണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു തിങ്ങാണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ? നമുക്ക് പേന, പെൻസിൽ അതൊക്കെ വേണം. അതാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. പേന, പെൻസിൽ, ബിരിയാണി, വാട്ടർ, ഹെൽപ്പ്, അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ വാണ്ടിന് ശേഷം ടു ഉണ്ട്. അപ്പോൾ ഐ വാണ്ട് എ പെൻ, ഐ വാണ്ട് എ പെൻ, അവിടെ ടു ഇല്ല. പക്ഷേ ഈ മൂന്നാമത്തെ സ്ട്രക്ചറിൽ സബ്ജക്റ്റ് പ്ലസ് വാണ്ട് ടു പ്ലസ് V1 വെർബിൻ്റെ ഫസ്റ്റ് ഫോം പ്ലസ് ഒബ്ജക്റ്റ് കൊടുക്കണം. ക്ലിയർ. അപ്പോൾ നോക്കൂ, അതിനൊരു എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ തന്നെ ഇവിടെ എഴുതാം, എന്നിട്ട് ഇത് നോക്കാം. ഓക്കെ, നോക്കൂ. ഐ വാണ്ട് ടു ഗോ നൗ. ഐ വാണ്ട് ടു ഗോ നൗ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നൗ എന്നുള്ളതിന് റൈറ്റ് നൗ എന്ന് കൊടുക്കുവാണെങ്കിൽ ഇപ്പം തന്നെ പോകണം. ഐ വാണ്ട് ടു ഗോ റൈറ്റ് നൗ. എനിക്ക് ഇപ്പം തന്നെ പോകണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? ഐ വാണ്ട് ടു ഗോ. അപ്പോൾ നോക്കൂ, വാണ്ട് ടു അവിടെ നിർബന്ധമായും കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു വെർബ് വരുന്നുണ്ടെങ്കിൽ പോകുക, എഴുതുക, റൈറ്റ് പഠിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ വെർബ് അല്ലേ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഓക്കെ, അപ്പോൾ ഒരു സാധനം വേണമെന്നല്ല, ചെയ്യുന്ന പ്രവൃത്തികളാണ് വരുന്നതെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വാണ്ട് ടു പ്ലസ് വെർബ്.
ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഐ വാണ്ട് ടു ഗോ റൈറ്റ് നൗ. ഇനി എനിക്ക് പോകണ്ടെന്നാണെങ്കിലോ ഈ വാണ്ട് നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ ഡൂനെ ഓർമ്മിക്കുക. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ റൈറ്റ് നൗ. എനിക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ആവശ്യമില്ല. നീഡ് അല്ലേ, എനിക്കിപ്പോൾ പോകേണ്ട ആവശ്യമില്ല, ഇപ്പം എനിക്ക് പോകണമെന്ന് ആഗ്രഹമില്ല, അങ്ങനെയൊക്കെ അത് പറയാം. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ റൈറ്റ് നൗ. മനസ്സിലാകുമോ? അപ്പോൾ വാണ്ട് ടു എന്നുള്ള ആ സ്ട്രക്ചർ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ഈ മൂന്നാമത്തെ സ്ട്രക്ചർ എടുത്തിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കി പഠിക്കുക. ഇനി നമുക്ക് ഒന്ന് നോക്കിക്കോളൂ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളാണ് വാട്ട് ഡു യു വാണ്ട് ടു ബി വെൻ യു ഗ്രോ അപ്പ്. നീ വലുതാകുമ്പോൾ നിനക്ക് എന്താകാനാണ് ആഗ്രഹം? അപ്പോൾ ഐ വാണ്ട് ടു ബി. അപ്പോൾ ഈ ഒരു ബി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വാണ്ട് ടു കഴിഞ്ഞിട്ട് വെർബിൻ്റെ ഫസ്റ്റ് ഫോം എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ബി എന്ന് പറയുന്ന വെർബാണിത്. നമുക്കറിയാം ബി എന്ന് പറയുന്ന വെർബ് ഏതാണ്? ആകുക അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഈസ്, ആമ, ആറ്, വാസു, വേർ അതൊക്കെ ഈ ബിയുടെ പല രൂപങ്ങളല്ലേ? ബീയിങ് അതൊക്കെ വെർബിൻ്റെ പല രൂപങ്ങളല്ലേ? അപ്പോൾ പ്രസൻറ്റ് ഫോമിലുള്ള അതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഐ വാണ്ട് ടു ബി ആൻ എഞ്ചിനീയർ. ഐ വാണ്ട് ടു ബി എന്ന് വേണ്ട, ഐ വാണ്ട് ടു ബി അങ്ങനെ പറഞ്ഞാൽ മതി. ഐ വാണ്ട് ടു ബി ആൻ എഞ്ചിനീയർ. എനിക്കൊരു എഞ്ചിനീയർ ആകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മുടെ ഇവിടെ ഐ വാണ്ട് ടു ബിക്കം എന്ന് നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി പറയാം. ആയിത്തീരുക, ബിക്കം ആയിത്തീരുക. നമുക്കൊരു പുതിയൊരു വെർബും കൂടി ആയി. ബിക്കം, ബിക്കെയിം, ബിക്കം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ആയിത്തീരുക. ഓക്കെ, ആയിത്തീരാറുണ്ട്, ആയിത്തീരുക. അപ്പോൾ ആയിത്തീർന്നു, ബിക്കെയിം, കെയിം, ബിക്കെയിം ആയിത്തീർന്നു അങ്ങനെയൊക്കെ വേണം. ഹി ബിക്കെയിം ആൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അവനൊരു എഞ്ചിനീയർ ആയി തീർന്നു, എഞ്ചിനീയർ ആയി. ഓക്കെ, പക്ഷെ നമ്മൾ ഐ വാണ്ട് ടു ബിക്കം ആൻ എഞ്ചിനീയർ. എനിക്കൊരു എഞ്ചിനീയർ ആയി തീരണം എന്നാണ് ആഗ്രഹം, അങ്ങനെയും അത് പറയാം. ഓക്കെ, ദെൻ ഐയുടെ സ്ഥാനത്ത് ഹി ആണെങ്കിൽ ഹി വാണ്ട്സ് ടു ബി എ നൈസ് പേഴ്സൺ. അദ്ദേഹത്തിന് അവന് ഒരു നല്ല വ്യക്തിയാകണം എന്നാണ് ആഗ്രഹം. നൈസ് പേഴ്സൺ, നല്ല വ്യക്തി. ഹീസ് എ നൈസ് പേഴ്സൺ, അവനൊരു നല്ല വ്യക്തിയാണ്. അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ അതാണ് പ്രസൻറ്റ് ഫോമിൽ വാണ്ട്സ്, വാണ്ട്സ്. ബാക്കി സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് നോക്കുക. ഹി വാണ്ട്സ് ടു നോ അബൌട്ട് ഇറ്റ്. അവന് അതേക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഹി വാണ്ട്സ് ടു നോ അബൌട്ട് ഇറ്റ്. ക്ലിയർ? അപ്പോൾ ഈ ഇത്രയും സെൻറ്റൻസുകളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമ്മൾ ഈ വാണ്ട് ടു അല്ലേ, ഇനി നമ്മളത് ഇതൊക്കെ പ്രസൻറ്റ് ടെൻസ് അല്ലേ? അതായത് ഇപ്പോഴത്തെ കാര്യമല്ലേ പറഞ്ഞത്, എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയാനല്ലേ. ഇനി ആഗ്രഹിച്ചിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിലോ ഈ വാണ്ടിന് പകരം വാണ്ടഡ് കൊടുത്താൽ മതി. ഐ വാണ്ടഡ് ടു ബി ആൻ എഞ്ചിനീയർ. ഐ വാണ്ടഡ് ടു ബി ആൻ എഞ്ചിനീയർ അല്ലേ? അപ്പോൾ വാണ്ടിന് പകരം വാണ്ടഡ് കൊടുക്കുക. അപ്പോൾ പാസ്റ്റായി. ഞാൻ അങ്ങനെ ആയിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഐ വാണ്ടഡ് ടു ബി ആൻ എഞ്ചിനീയർ ബട്ട് ഐ ബിക്കെയിം എ ടീച്ചർ. എനിക്കൊരു എഞ്ചിനീയർ ആകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ഞാനൊരു ടീച്ചറായി തീർന്നു. മനസ്സിലായോ? അപ്പോൾ എഞ്ചിനീയർ ആകണം എന്നായിരുന്നു ആഗ്രഹം, അങ്ങനെ ആയിരുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ വാണ്ടഡ്. ഐ വാണ്ടഡ് ടു ബി ആൻ എഞ്ചിനീയർ ബട്ട് നൗ ഐ എം എ ടീച്ചർ. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു ടീച്ചറാണ്. ഓക്കെ, ഓർ നൗ ഐ ബിക്കെയിം എ ടീച്ചർ. ഞാൻ ടീച്ചറാണ് ആയത്. ഓക്കെ, അങ്ങനെയും പറയാം. അപ്പോൾ ഹി വാണ്ടഡ് ടു ബി എ നൈസ് പേഴ്സൺ. ഓക്കെ, ഹി വാണ്ടഡ് ടു നോ അബൌട്ട് ഇറ്റ്. അപ്പോൾ വാണ്ട്സ് ടു എന്ന് പറഞ്ഞതിന് പകരം വാണ്ടഡ് ആക്കി എന്താവും? ഹി വാണ്ടഡ് ടു നോ അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിന് അതേക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഹി വാണ്ടഡ് ടു നോ അബൌട്ട് ഇറ്റ്. അദ്ദേഹത്തിന് അതേക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് യു ഡിഡിൻറ്റ് ടെൽ ഹിം എനിത്തിങ്. നീ ഒന്നും പറഞ്ഞില്ല, നീ അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന് അറിയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഇനി ഈ ഹി വാണ്ടഡ് ടു നോ അബൌട്ട് ഇറ്റ്, അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? ഹി വാണ്ടഡ് എന്നല്ലേ? വാണ്ടഡ് എന്ന് പറയുമ്പോൾ ഡിഡ് വാണ്ട് എന്നല്ലേ അല്ലേ? അപ്പോൾ ഡിഡ് ഹി വാണ്ട്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഡിഡ് ഹി വാണ്ട് ടു നോ അബൌട്ട് ഇറ്റ്. അവന് അതേക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നോ? അപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് ഉണ്ടായിരുന്നോ? അപ്പോൾ ഹി വാണ്ടഡ് ടു നോ അബൌട്ട് ഇറ്റ്. Did he want to know about it? Yes, he wanted to know about it.
അപ്പം അങ്ങനെ അത് സ്പീഡിൽ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ എത്രമാത്രം പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രമാത്രമേ ഈ സെൻറ്റൻസ് നിങ്ങളുടേതായിട്ട് മാറുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഓരോ സെൻറ്റൻസും നിങ്ങൾ കുറഞ്ഞത് ഒരു 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ? അപ്പോൾ ഡിഡ് ഹി വാണ്ട് ടു നോ അബൌട്ട് ഇറ്റ്? അദ്ദേഹത്തിന് അതേക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ക്ലിയർ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മൾ വാണ്ട് ഈ 3 സ്ട്രക്ചറാണ് ഇന്ന് പഠിച്ചത്. ഇനിയും ഒരു 2 സ്ട്രക്ചറും കൂടി മെയിനായിട്ട് ഈ വാണ്ടിൽ വരുന്നുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ നിങ്ങൾ കൃത്യമായി കാണണം, അതും കൂടെ പഠിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസിലേക്ക് പോയാലോ? അപ്പോൾ ഞാൻ വാണ്ട് വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകൾ പറയും. അപ്പം അതേപോലെ നിങ്ങളും ഈ വീഡിയോ നന്നായി പഠിച്ച സെൻറ്റൻസുകൾക്കും സ്ട്രക്ചറൊക്കെ മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം നിങ്ങളും ഒന്ന് സെൻറ്റൻസുകളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുക. നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണേ. വെരി ഗുഡ്. ഓക്കെ, ഗ്രേറ്റ്. ഹായ് റീന, വേർ ആർ യു ഗോയിങ് റൈറ്റ് നൗ? Oh, you are going to market, right? Yeah. I also want to go to market. I want to buy some milk and purchase something. Okay. Now, next Sunday is my daughter's birthday. She wants to show some dresses. So, I want to buy some clothing items also. Now, I am going to the market. And on the way to market, I want to go to the bank also because I want to withdraw some money from the bank. And I want to renew my Aadhaar card. My sister is also coming with me. She also wants to renew her Aadhaar card. Clear? അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ വാണ്ട് വെച്ചിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കിയത് കണ്ടില്ലേ? അതേപോലെ നിങ്ങളും ഇതേപോലെ സെൻറ്റൻസുകൾ മനസ്സിൽ ഓർത്തിട്ട് വാണ്ട് വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകൾ ഫ്രെയിം ചെയ്യുക, അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. റൈറ്റ്? ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.